ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ 4th ചാപ്റ്റർ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്, അതുപോലെ മസിൽ ടിഷ്യൂവിനെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം ലാസ്റ്റ് ക്ലാസ് എൻഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, മസിൽസ് മാത്രം വിചാരിച്ചാൽ ഇത്രയും സ്മൂത്തായിട്ട് മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കില്ല. മസിൽസിൻ്റെ കൂടെ ആരുണ്ട്, ബോൺസും കൂടി മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തെ കുറിച്ചാണ് നോക്കുന്നത്. ഹ്യൂമൻ സ്കെൽറ്റൽ, അതായത് നമ്മുടെ ബോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ആക്സിയൽ സ്കെൽറ്റൻ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആക്സിയൽ സ്കെൽറ്റൻ? ആക്സിയൽ സ്കെൽറ്റൻ കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് സീൻ ഇൻ ദ സെൻട്രൽ ആക്സിസ്. നോക്കിക്കേ, സെൻട്രൽ ആക്സിസിൽ കാണുന്ന ബോൺസ് ആണ് എന്ത് പറയുന്നത്, ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്ന ബോൺസ് ആണ് ഇതൊക്കെ: സ്കൾ ബോൺസ്, സ്റ്റേർണം എന്ന് പറയുന്നത് ഈ റിബ് കേജിൻ്റെ നടുക്കായിട്ട് കാണുന്ന ഒരു സിംഗിൾ ബോണാണ് സ്റ്റേർണം എന്ന് പറയുന്നത്. പിന്നെ റിബ്സ്, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം. ഇത്രയാണ് ഇവിടെ വരുന്നത് ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടൺ, ഹ്യൂമൻ സ്കെൽട്ടൺ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്സിയൽ സ്കെൽട്ടൺ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ എന്നും. അതിൽ ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ വരുന്ന ബോൺസ് എല്ലാമാണ് ഇവിടെ വരുന്നത് ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. അതേതൊക്കെയാ? സ്കള്, സ്റ്റേർണം, റിബ്സ്, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം. ഇനി അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ആക്സിസ്. ഏതൊക്കെ ബോൺസ് ആണോ സെൻട്രൽ ആക്സിസിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട് ഉള്ളത്, അതാണ് ഇവിടെ വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ വരുന്നത്. അതായത് എന്തൊക്കെയാണ്? പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ, ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്, കൈകൾ, കാലുകൾ, തോളെല്ല്, അതുപോലെ ഹിപ്പിലെ എല്ലുകൾ. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. അതായത് സെൻട്രൽ ആക്സിസിൽ കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ബോൺസ് ആണ് ഇവിടെ വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ വരുന്നത്. അതായത് പെക്ടറൽ ഗേർഡിൽ, സ്കാപ്പുല, കോളർ ബോൺ എന്നൊക്കെ പറയും, പെക്ടറൽ ഗേർഡിൽ, അതുപോലെ പെൽവിക് ഗേർഡിൽ, ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്, കൈകൾ, കാലുകൾ, തോളില്, എല്ല്, ഹിപ്പ്, ഇതെല്ലാം വരുന്നതാണ് ഇവിടെ അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ സ്കെൽട്ടൺ മൊത്തത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ആക്സിയൽ സ്കെൽട്ടൺ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ എന്നും. ആ ആക്സിയൽ സ്കെൽട്ടണിൽ എന്ത് വരുന്നു, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെൻട്രൽ ആക്സിസിൽ വരുന്ന എല്ലാ ബോൺസും കൂടെ വരുന്നതാണ് ഇവിടെ ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. അത് ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ സ്കള്, അതുപോലെ സ്റ്റേർണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം, ഇത്രയാണ് ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. ഇനിയുള്ളത് എന്താ? അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. ഈ നമ്മുടെ സെൻട്രൽ ആക്സിസിൽ കുറേ ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ബോൺസിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കാണപ്പെടുന്ന ബോൺസ് എല്ലാം വരുന്നതാണ് ഇവിടെ അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ. അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ എന്തൊക്കെ വരും? പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ, ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്, കൈ, കാല്, ഹിപ്പ്, തോളിൻ്റെ ഭാഗത്ത് വരുന്ന എല്ലുകൾ, ഇതെല്ലാം ഇവിടെ വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ വരുന്നത്. ഇത്രയും കിട്ടിയോടാ? ഇനി നമുക്ക് എന്താ, അതിനകത്തുള്ള ഓരോ ബോൺസും നമുക്കൊന്ന് നോക്കാം. എത്ര ബോൺസ് വീതമാണുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഒരു ഹ്യൂമൻ ചൈൽഡ് അല്ലാതെ ഒരു അഡൾട്ടിൽ എത്ര ബോൺസ് ആണ് ടോട്ടലി ഉള്ളത്? ടോട്ടൽ 206 ബോൺസ് ഉണ്ട്. 206 ബോൺസ് ഉണ്ട്. 206 ബോൺസ് എവിടെയുണ്ട്? ഒരു ഹ്യൂമനിലുണ്ട്. ആ 206 ബോൺസ് എങ്ങനെയാണ് ഈ ആക്സിയൽ സ്കെൽട്ടണിലും അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിലും ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആക്സിയൽ സ്കെൽട്ടണിൽ ടോട്ടൽ 80 ബോൺസും അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ 126 ബോൺസും ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 206 ബോൺസ്. അതിൽ ആക്സിയൽ സ്കെൽട്ടൺ വരുമ്പോൾ 80 ബോൺസ്, അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ വരുമ്പോൾ 126 ബോൺസ്. ഇനി എത്ര നമ്പർ ഓരോടത്തും എത്ര ബോൺസ് ഉണ്ടെന്ന് നോക്കാം. ആക്സിയൽ സ്കെൽട്ടണിൽ 80 ബോൺസ് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ട്? 29 ബോൺസ് ആണ് ഇവിടെ വരുന്നത്, സ്കള്ളിൽ വരുന്നത്. സ്റ്റേർണം എന്ന് പറയുന്ന ഒരു സിംഗിൾ ബോണാണ്, ഒരു ബോൺ ചേർന്നതാണ് സ്റ്റേർണം. റിബ്സിൽ എന്താണ്? 12 പെയർസ് ഉണ്ട്, അതായത് 24 ബോൺസ് ആണ് എവിടെയുള്ളത്? റിബ്സിലുള്ളത്. ഇനി വെർട്ടിബ്രൽ കോളത്തിൽ എത്രയാണ്? 26 ബോൺസ് ഉണ്ട്. എത്രയാ? 26 ബോൺസ് ഉണ്ട് ഇവിടെ വെർട്ടിബ്രൽ കോളത്തിൽ. അപ്പോൾ എങ്ങനെയാ? സ്കള്ളിൽ 29, സ്റ്റേർണത്തിൽ ഒരു ബോൺ, റിബ്സിൽ 24 ബോൺസ്, വെർട്ടിബ്രൽ കോളത്തിൽ 26 ബോൺസ്, 26 ബോൺസ്. ഇത്രയാണ് ആക്സിയൽ സ്കെൽട്ടൺ വരുമ്പോൾ. ഓക്കെ, അടുത്ത അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ.
അപ്പൻഡിക്കുലാർ സ്കെൽട്ടനിൽ എത്ര ബോൺസ് ഉണ്ട്? 126 ബോൺസ് ഉണ്ട്. അത് ഓരോന്നും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. പെക്ടറൽ ഗർഡിലിൽ എത്ര ബോൺസാ? 4 ബോൺസ് ഉണ്ട്. പെൽവിക് ഗർഡിലിൽ എത്രയാ? 2 ബോൺസ് ആണുള്ളത്. ഫോർ ലിംബ് മൊത്തത്തിൽ 2 കൈയിലും കൂടെ ചേർത്ത് എത്ര ബോൺസ് ഉണ്ട്? 60 ബോൺസ് ഉണ്ട്. 2 കൈകൾ ചേർത്ത് 60 ബോൺസ്. ഇനി 2 കാലുകളിലും ചേർത്തിട്ടും എത്ര ബോൺസ് ഉണ്ട്? 60 ബോൺസ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 126 ബോൺസ് ആയി. അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിനും ആക്സിയൽ സ്കെൽട്ടണിനും ഉള്ള ബോൺസിന്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ടോട്ടൽ 206, ആക്സിയൽ സ്കെൽട്ടണിൽ 80, അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ 126, 126 ബോൺസ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ എന്നും അത് ഓരോ സ്ഥലത്ത് സ്കള്ളിലും വെർട്ടിബ്രൽ കോളത്തിലും അതുപോലെ തന്നെ ഹാൻഡ്സിലും ലെഗ്സിലും ഒക്കെ എത്ര ബോൺസ് വീതമാണ് ഉള്ളതെന്നും നമ്മൾ നോക്കി. ഇനി ഹ്യൂമൻ സ്കെൽട്ടൻ്റെ ഡിവിഷൻ ആക്സിയൽ, അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് 206. ഇനി കുഞ്ഞി പിള്ളേരിലും ഈ 206 ബോൺസ് തന്നെയാണോ കാണുന്നത്? അല്ല. കുഞ്ഞി പിള്ളേരിൽ നമുക്ക് 300 ബോൺസ് വരെ കാണാൻ പറ്റും. എത്ര ബോൺസ് വരെ ഉണ്ട്? 300 ബോൺസ് വരെ ഉണ്ട് അവിടെ കുഞ്ഞിപ്പിള്ളേരിൽ. 300 ബോൺസ് വരെ ഉണ്ട്. ആ 300 ബോൺസ് ഫ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഈ 206 ബോൺസ് വരെ ആവുന്നത്. ആദ്യം കുഞ്ഞു പിള്ളേർക്ക് 206 ബോൺസ് അല്ല ഉള്ളത്, 300 ബോൺസ് കാണാൻ പറ്റും. അവരുടെ ബോഡി അതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഒക്കെയാണ്. പെട്ടെന്ന് എന്താണ് മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ അവരെന്ത് ചെയ്യും? കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് അവരെ എടുക്കുമ്പോഴും ഒക്കെ. അവർക്ക് എത്ര ബോൺസ് ഉണ്ട്? 300 ബോൺസ് ഉണ്ട്. അഡൾട്ട് ആകുമ്പോൾ അത് 206 ആവും. അതുകൊണ്ട് ഓർക്കുക. അടുത്തെന്താണ്? അടുത്തിനി നമുക്ക് ഒരു ബോണിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാം. അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നമ്മളൊരു ബോൺ എടുത്തു, ഏതെങ്കിലും ഒരു ബോൺ എടുത്തു. ആ ബോൺ എടുത്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണ്. അത് ക്രോസ് സെക്ഷൻ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? ആ ബോണിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പുറത്ത് കാണുന്ന ബോണിൻ്റെ കവറിങ് കാണാം. ബോണിൻ്റെ കവറിങ്ങിന് എന്താ പറയുന്നത്? പെരി ഓസ്റ്റിയം. എന്താണ്? പെരി ഓസ്റ്റിയം. ഇനി അതിനകത്ത് എന്തൊക്കെ കാണും? ഒരു ബോണിനകത്ത് ബ്ലഡ് വെസൽസ് കാണും. ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, അതുപോലെ ലിംഫ് വെസൽസും ഒക്കെ എവിടെ വരുന്നുണ്ട്? ഒരു ബോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബോണിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ബോണിനെ കവർ ചെയ്ത പെരിയോസ്റ്റിയം കാണാം. അതുപോലെ അതിനകത്തുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ലിംഫ് വെസൽസ് ഒക്കെ എന്താണ് ബോണിനകത്ത് കാണാൻ പറ്റും. ഇനി ഒരു ഹ്യൂമൻ ബോഡി, നമ്മുടെ ബോഡിയിലെ വെയ്റ്റിൻ്റെ എത്ര % ബോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുടെ വെയ്റ്റിൻ്റെ 18% ബോൺസിൻ്റെ വെയ്റ്റാണ്. അതായത് ബോൺസ് നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 18% ആരുടെ വെയ്റ്റാണ്? ബോൺസിൻ്റെ വെയ്റ്റാണ്. അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ബോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് സപ്പോർട്ട് ബോൺസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ സ്ട്രക്ചർ, നമുക്ക് നമ്മളുടെ ഈ കാണുന്ന ഒരു സ്ട്രക്ചറിൽ നമ്മൾ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? ബോൺസ് ഉള്ളതുകൊണ്ടാണ്. സ്ട്രക്ചർ, സപ്പോർട്ട്, അതുപോലെ വേറെന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ബോൺസ് ആണ്. ഈ ബോൺസിൻ്റെ കവറിങ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ, ബോൺസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോൺസ് എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു? നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ തരുന്നു, സപ്പോർട്ട് തരുന്നു, അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ബോൺസ് ആണ്. നമ്മുടെ ടോട്ടൽ വെയ്റ്റിൻ്റെ 18% ആരാണ്? ബോൺസ് ആണ് തരുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോൺസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ബോണിൻ്റെ ഔട്ടർ കവറിങ്ങിന് എന്താണ്? പെരിയോസ്റ്റിയം ആണ്. പെരിയോസ്റ്റിയം എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ബോണിനെ കവർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ബോൺസിനുള്ളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലഡ് വെസൽസും നെർവ്സും ലിംഫ് വെസൽസും ഒക്കെ കാണാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ ബോൺസിന് ഹാർഡ്നെസ് കൊടുക്കുന്നത്? ബോൺസിന് ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യം, ഫോസ്ഫേറ്റ്, അതുപോലെ കൊളാജൻ, അതുപോലെ തന്നെ എന്താണ്? സോൾട്ടുകൾ. ഇതെല്ലാം എന്തിന് കാരണമാണ്? ബോൺസിൻ്റെ ഹാർഡ്നെസ്സിന് കാരണമാകുന്നതാണ്. കാൽസ്യവും ഫോസ്ഫേറ്റും കൊളാജനും അതുപോലെ തന്നെ സോൾട്ടുകളും എല്ലാം ബോൺസിന് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൊടുക്കുന്നു. ഇനി ബോൺസിൽ കാണുന്ന സെൽസ് ആണ് എന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ബോൺസിൽ മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. എന്താണ്? മിനറൽസ് ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്? ബോൺസിനെ സ്ട്രോങ്ങും ഫേമും ആക്കും. അതുപോലെ തന്നെ ഗ്രോത്തിനും റിപ്പയറിനും ഹെൽപ്പ് ചെയ്യും. ആര്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഗ്രോത്ത് ആൻഡ് റിപ്പയറിന് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ബോൺസ് നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 18% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ എന്താണ്? ബോൺസ് സപ്പോർട്ട്, സ്ട്രക്ചർ, അതുപോലെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. പെരിയോസ്റ്റിയം ആണ് ബോണിൻ്റെ കവറിങ്. അതുപോലെ ബോൺസിനകത്ത് ലിംഫ് വെസൽസ്, ബ്ലഡ് വെസൽസ്, നെർവ്സും ഒക്കെ കാണും. ബോൺസിൻ്റെ സ്ട്രെങ്ത്തിന്, ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? കാൽസ്യം, ഫോസ്ഫേറ്റ്, അതുപോലെ കൊളാജൻ പ്രോട്ടീൻ, സോൾട്ടുകളും ഒക്കെയാണ് ഹാർഡ്നെസ്സിന് കാരണം. ഇനി ബോൺസിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എന്തിനു ഹെൽപ്പ് ചെയ്യും? ബോൺസിൽ മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തുവാകും? ബോൺസ് സ്ട്രോങ്ങും ഫേമും ആകും. അതുപോലെ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ബോൺസിൻ്റെ ഗ്രോത്തിനും റിപ്പയറിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മസിൽസ് എവിടേക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? ഒന്നെങ്കിൽ ബോൺസിലേക്ക് അല്ലെങ്കിൽ കാർട്ടിലേജിലേക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നതെന്ന്. അപ്പോൾ മസിൽസ് കണക്ട് ചെയ്യപ്പെടുന്ന ബോൺസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി എന്താ ഈ കാർട്ടിലേജ്? കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ബോൺസിൽ നിന്ന്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു കുട്ടിക്ക് സംശയം വന്നതാണ്, നമ്മൾ മസിൽസ് ബോണിലേക്ക് കണക്ട് ചെയ്യും, അതുപോലെ കാർട്ടിലേജിലേക്ക് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഒരു കുട്ടിക്ക് ഡൗട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എന്താണ് കാർട്ടിലേജ്? കാർട്ടിലേജും എന്താണ്? ബോണിനെ പോലെ ഒരു കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ് എന്ത്? കാർട്ടിലേജും. അപ്പോൾ കാർട്ടിലേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാർട്ടിലേജ് ബോണിനെ പോലെ ഹാർഡല്ല, വളരെ സോഫ്റ്ററായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ് ആര്? കാർട്ടിലേജ്. കാർട്ടിലേജ് എന്താണ്? സോഫ്റ്ററാണ്, ഫ്ലെക്സിബിൾ ആണ്. ഇനി എവിടെയൊക്കെ നമുക്ക് കാർട്ടിലേജ് കാണാനൊക്കും? കാർട്ടിലേജ് കാണാൻ പറ്റുന്നത് എൽബോസിൽ കാർട്ടിലേജ് ഉണ്ട്, നീസിൽ, ആംഗിൾ ജോയിൻറ്റിൽ, ഇവിടെയൊക്കെ എന്തുണ്ട്? കാർട്ടിലേജ് കാണാൻ പറ്റും. പിന്നെന്താണ്? വെർട്ടിബ്രൽ കോളത്തിൽ ഓരോ വെർട്ടിബ്രയുടെ ഇടയിൽ എന്താണ്? കാർട്ടിലേജ് കാണാൻ പറ്റും. പിന്നെ എവിടെ കാണാൻ പറ്റും? നമുക്ക് ഏറ്റവും അറിയാവുന്ന കാർട്ടിലേജ് കാണുന്ന രണ്ട് ഭാഗങ്ങളാണ് ഇത്. നമ്മുടെ ചെവിയിൽ, ഇയറിൽ, പിന്ന, അതുപോലെ നോസിൻ്റെ ടിപ്പിലും ഒക്കെ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. നോസ്, അതുപോലെ തന്നെ ഇയറിൽ, പിന്നയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? കാർട്ടിലേജ്. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറയുന്ന ബോണിനെ പോലെ ഹാർഡർ അല്ല, സോഫ്റ്റർ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്? കാർട്ടിലേജ്. കാർട്ടിലേജ് എവിടെയൊക്കെ കാണുന്നു? എൽബോ, നീ, ആംഗിൾ, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം, ടിപ്പ് ഓഫ് ദ നോസ്, ട്രാക്കിയ, ഇയറിൻ്റെ പിന്ന, ഇവിടെയൊക്കെ കാണപ്പെടുന്നതാണ് ആര്? കാർട്ടിലേജ്. അതുപോലെ കാർട്ടിലേജ് എന്താണ്? ബോൺസിൻ്റെ ടിപ്പിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? കാർട്ടിലേജ്. ഒരു ബോൺ എടുത്തു കഴിഞ്ഞാൽ ആ ബോണിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ ബോൺസിൻ്റെ ടിപ്പിലായിട്ട് കാർട്ടിലേജ് വരുന്നതെന്ന് വെച്ചാൽ, കാർട്ടിലേജ് സോഫ്റ്ററും ഫ്ലെക്സിബിളും അല്ലേ. അപ്പോൾ കാർട്ടിലേജ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മൾ ബോൺസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും നെർവ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ കാർട്ടിലേജ് നോക്കുമ്പോൾ കാർട്ടിലേജിൽ ബ്ലഡ് വെസൽസോ അതുപോലെ നെർവ്സോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ബോൺസിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ കാർട്ടിലേജ് നോക്കുമ്പോൾ അവിടെ ബ്ലഡ് വെസൽസും നെർവ്സും ഒന്നും പ്രസൻ്റ് അല്ല. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ബ്ലഡ് വെസൽസ് ദെയർ ഗ്രോത്ത് ഇസ് സ്ലോവർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ സെൽസ്. അപ്പോൾ എന്താണ്? ബ്ലഡ് വെസൽസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ കാർട്ടിലേജിൽ ഗ്രോത്തിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഗ്രോത്ത് റേറ്റ് ബാക്കിയുള്ളതിനേക്കാളും സ്ലോവർ ആയിരിക്കും, ബാക്കിയുള്ള സെൽസിനേക്കാൾ സ്ലോവറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർട്ടിലേജിനെ കുറിച്ച് നോക്കാനുള്ളത്. കാർട്ടിലേജ് സോഫ്റ്റർ ആണ്, ഫ്ലെക്സിബിൾ ആണ്. എവിടെയൊക്കെ കാർട്ടിലേജ് കാണുന്നുണ്ട്? കാർട്ടിലേജിൽ എന്തില്ല? ബ്ലഡ് വെസൽസും നെർവ്സും ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ എന്താണ്? കാർട്ടിലേജ് എന്താണ്? ബോൺസിൻ്റെ ടിപ്പിൽ പ്രസൻ്റ് ആയിരിക്കും, ബോൺസിൻ്റെ അറ്റത്ത് കാർട്ടിലേജിനസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതെന്തിനാണ് അങ്ങനെ വരുന്നത്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? നമ്മൾ നമ്മുടെ ഹ്യൂമൻ സ്കെൽട്ടനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഹ്യൂമൻ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ എവിടെ കാണുന്നത്? നമ്മളിപ്പോൾ കാണുന്ന നമ്മൾ സ്കെൽട്ടൽ സിസ്റ്റം ആണോ നമ്മൾ നോക്കുമ്പോൾ നേരെ കാണുന്നത് ആരുടെയെങ്കിലും? അല്ല, നമ്മുടെ ബോഡിക്കുള്ളിലാണ് അല്ലേ ബോൺസ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനെന്താ പറയുന്നത്? എൻഡോസ്കെൽട്ടൺ എന്നാണ് പറയുന്നത്. എന്താണ്? എൻഡോസ്കെൽട്ടൺ. അപ്പോൾ എല്ലാ ജീവികളിലും ഇങ്ങനെ എൻഡോസ്കെൽട്ടൺ ഉള്ള ജീവികളാണോ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന എല്ലാ ജീവികളും? അല്ല, അവയ്ക്കൊക്കെ എന്തൊക്കെയോ വ്യത്യാസമുണ്ട് അല്ലേ? ആ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, എല്ലാത്തിനും എൻഡോസ്കെൽട്ടൺ പ്രസൻ്റ് അല്ല. ഹ്യൂമൻസിന് എന്താണുള്ളത്? ഹ്യൂമൻസിൽ എൻഡോസ്കെൽട്ടൺ ആണുള്ളത്. ഹ്യൂമൻസിൽ എൻഡോസ്കെൽട്ടൺ ആണുള്ളത്. എല്ലാ ജീവികളിലും എന്താണ്? എൻഡോസ്കെൽട്ടൺ അല്ല. അപ്പോൾ ബാക്കിയുള്ള ജീവികളിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്?
അപ്പോൾ നമ്മൾ എൻഡോസ്കെൽട്ടൻ്റെ കാര്യം പറഞ്ഞു. എൻഡോസ്കെൽട്ടൻ ഹ്യൂമൻസിലുള്ളതാണ് എൻഡോസ്കെൽട്ടൻ. ഇനി അതല്ലാതെ മറ്റ് ജീവികളിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, അതിന് സപ്പോർട്ടിനും സ്ട്രക്ചറിനും എന്ത് ഫ്രെയിംവർക്കാണ് ബാക്കി ജീവികളിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ഹൈഡ്രോസ്കെൽട്ടൺ ഉണ്ട്, ഹൈഡ്രോസ്കെൽട്ടൺ. പിന്നെന്താണ്? എക്സോസ്കെലറ്റൻ. പിന്നെ ഹ്യൂമൻസിലുള്ളതുപോലെ എന്താണ്? എൻഡോസ്കെൽട്ടൻ. ഇതെല്ലാം എന്താണ്? സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് തരുന്നതാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് നോക്കാം. ഹൈഡ്രോസ്കെൽട്ടൻ എന്താണ്? ബോഡിയിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള, വാട്ടർ പോലെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ചേമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇപ്പം ഏത് ജീവിക്കാൻ അങ്ങനെ കാണുന്നത്? എർത്ത് വേമിലും സ്നെയിലിലും ഹൈഡ്രയിലും ഒക്കെയാണ് ഇങ്ങനെ ഹൈഡ്രോസ്കെൽട്ടൻ കാണുന്നത്. എവിടെയൊക്കെയാണ്? എർത്ത് വേമിലും ഹൈഡ്ര, സ്നെയിൽ, ഇവയിലൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ഹൈഡ്രോസ്കെൽട്ടൻ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അവരുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇവിടെ ആ ഫ്ലൂയിഡ്, അതായത് വാട്ടറാണ് അവരുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ബോഡിയിൽ ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പേഴ്സ് ഉണ്ട്. ആ ഫ്ലൂയിഡ്, ആ വാട്ടറാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവരുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത് എന്താണ്? ആ ഫ്ലൂയിഡാണ്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്കെൽട്ടൻ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? എർത്ത് വേമിൽ, ഹൈഡ്രയിൽ, സ്നെയിലിലൊക്കെ ഉള്ളത് ഹൈഡ്രോസ്കെൽട്ടൻ ആണ്. ഇനി എക്സോസ്കെൽട്ടൻ. എന്താണ് എക്സോസ്കെൽട്ടൻ? എക്സോസ്കെൽട്ടൻ കാണുന്നത് ബോഡിയുടെ പുറമേ കാണപ്പെടുന്നതാണ് എന്ത്? എക്സോസ്കെൽട്ടൻ. ഇപ്പം ചില ഓർഗാനിസത്തിന്, ഇപ്പം എന്താണ്? ക്രാബ്സിൽ, ഞണ്ടിൽ, ഓയിസ്റ്ററിൽ, നമ്മുടെ എന്താണ് കക്ക, ചിപ്പി, അങ്ങനെയൊക്കെ പറയുന്ന ജീവികളില്ലേ, അതിൻ്റെയൊക്കെ പുറം ഷെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ് എക്സോസ്കെൽട്ടൺ ആണുള്ളത്. കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്? എക്സോസ്കെൽട്ടൺ. നമ്മുടെ ഞണ്ടിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറം തോട് പൊളിച്ചിട്ടാണല്ലേ അകത്തെ ഫ്ലഷ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ആ എക്സോസ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രാബ്സിലും ഞണ്ടിലും ഓയിസ്റ്ററിലും ഒക്കെ അതിൻ്റെ എക്സോസ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്. ഇനി നമ്മൾ കാണുന്ന ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടിയിലും കോക്രോച്ചിലും ഒക്കെ എക്സോസ്കെൽട്ടൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടാണ്. എന്താണ്? ഗ്രാസ് ഹോപ്പറിലും കോക്രോച്ചിലും എന്താണ്? കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ എക്സോസ്കെൽട്ടൺ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എക്സോസ്കെൽട്ടൺ എന്താണ്? ഇവിടെ ഒരു ഷെല്ല് പ്രസൻ്റ് ആണ്. എവിടെ? ബോഡിയുടെ പുറത്തായിട്ട് ഒരു ഷെല്ല്, ഔട്ടർ കവറിങ് വരുന്നു. എന്തുകൊണ്ട്? നമ്മളുടെ ക്രാബിലും ഓയിസ്റ്ററിലും ഒക്കെ കാൽസ്യം കാർബണേറ്റ് എക്സോസ്കെൽട്ടണും ഔട്ടർ കവറിങ് കാൽസ്യം കാർബണേറ്റ് കൊണ്ടും, ഗ്രാസ് ഹോപ്പറിലും കോക്രോച്ചിലും ഒക്കെ ആണെങ്കിലോ അവിടെയുള്ള ഔട്ടർ കവറിങ് എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഔട്ടർ കവറിങ്ങിനാണ് എന്ത് പറയുന്നത്? എക്സോസ്കെൽട്ടൺ എന്ന് പറയുന്നത്. ഈ എക്സോസ്കെൽട്ടൺ മസിലിനെ കറക്റ്റ് പ്ലേസിൽ വെക്കാനും മൂവ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും, പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. മസിലിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ മൂവ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും ഈ എക്സോസ്കെൽട്ടൺ. ഇനിയുള്ളത് എന്താണ്? എൻഡോസ്കെൽട്ടൺ എവിടെയാണ് കാണുന്നത്? ഹ്യൂമൻസ് പോലെയുള്ള വെർട്ടിബ്രേറ്റ്സിൽ എന്താ കാണുന്നത്? എൻഡോസ്കെൽട്ടൺ ആണ് കാണപ്പെടുന്നത്. ഇവിടെ എന്തുണ്ട്? ബോൺസും കാർട്ടിലേജും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കെൽട്ടൽ സിസ്റ്റം, ഒരു എന്താണ് നല്ല സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എവിടെയുണ്ട്? വെർട്ടിബ്രേസിൽ ഉണ്ട്. ദിസ് മെക്കാനിസം വിച്ച് പ്രൊവൈഡ്സ് ഷേപ്പ് ടു ദ ബോഡി, പ്രൊട്ടക്ട്സ് ഇന്റേണൽ ഓർഗൻസ് ആൻഡ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. ഇവിടെ എന്താണ്? ഇത് ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ എന്താണ്? പ്രൊട്ടക്ഷനും കൊടുക്കും എൻഡോസ്കെൽട്ടൺ. നമ്മൾ നേരത്തെ പറഞ്ഞു സപ്പോർട്ടും സ്ട്രക്ചറും പ്രൊട്ടക്ഷനും കൊടുക്കും. ആര്? എൻഡോസ്കെൽട്ടൺ. എവിടെയാണ്? ഹ്യൂമൻസിൽ, വെർട്ടിബ്രേറ്റ്സിലും ഒക്കെ കാണപ്പെടുന്നതാണ് എന്ത്? എൻഡോസ്കെൽട്ടൺ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നോക്കി. ഹൈഡ്രോസ്കെൽട്ടൺ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ ഫ്ലൂയിഡ് ഫിൽഡ് വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ചേമ്പേഴ്സ് ആണ് എന്ത്? മൂവ്മെൻറ്റിന് കാരണമാകുന്നത്. അതാണ് ഹൈഡ്രോസ്കെൽട്ടൺ. എക്സോസ്കെൽട്ടൺ ബോഡിയുടെ പുറത്ത് ഔട്ടർ കവറിങ് ആയിട്ട് വരുന്ന ഒന്നെങ്കിൽ കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഔട്ടർ കവറിങ്, എങ്ങനെ? ഓയിസ്റ്ററിലും ക്രാബ്സിലും ഒക്കെ കാണപ്പെടുന്ന പോലെ കാൽസ്യം കാർബണേറ്റ്
പെർമനന്റ് ഔട്ടർ കവറിങ്, അല്ലെങ്കിൽ എന്താണ് ഗ്രാസ് ഹോപ്പറിലും കോക്രോച്ചിലും കാണപ്പെടുന്നത് പോലെ കൈറ്റിനസ് ആയിട്ടുള്ള ഔട്ടർ കവറിങ് ആണ് എക്സോസ്കെൽട്ടൺ കാണപ്പെടുന്നത്. ഈ എക്സോസ്കെൽട്ടൺ മസിലിനെ കറക്റ്റ് പ്ലേസിൽ നിർത്തുകയും മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുകയും ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഹ്യൂമൻസ് പോലെയുള്ള വെർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുന്നതാണ് എന്ത്, എൻഡോസ്കെൽട്ടൺ. ഇവിടെ എന്താണ്, ഇവിടെയും സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് തരുന്നുണ്ട്, പിന്നെന്താണ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് തരുന്നു, സ്ട്രക്ചർ പ്രൊട്ടക്ഷൻ എല്ലാം തരുന്നു എൻഡോസ്കെൽട്ടൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നോക്കാനുള്ളത്, നമുക്ക് ഹ്യൂമൻ സ്കെൽട്ടണുമായിട്ട് ബന്ധപ്പെട്ട സ്കെൽട്ടൺ അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവികളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിലൊക്കെ നോക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് എന്ത് നോക്കി, ഹ്യൂമൻ സ്കെൽട്ടൺ ടോട്ടൽ 206 ബോൺസ് ഉണ്ട്. അതിൽ എന്താണ് ആക്സിയൽ സ്കെൽട്ടണിൽ 80 ബോൺസും അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ 126 ബോൺസും ഉണ്ട്, അത് നമ്മൾ നോക്കി. പിന്നെ ബോണിൻ്റെ സ്ട്രക്ചർ നോക്കി, കാർട്ടിലേജ് എന്താണെന്ന് നോക്കി, ഡിഫറെൻറ്റ് ഓർഗാനിസത്തിലുള്ള സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്നും നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാം ഒന്ന് വായിച്ച് നോക്കി എഴുതി എല്ലാം നോക്കുക. താങ്ക് യു.